യാത്രയെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും രാവിലെ തന്നെ റൈഡർ പ്രേമി ബ്ലോഗിലോട്ട് സ്വാഗതമുണ്ട് കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ എവിടെയുള്ളതെന്ന് ചോദിച്ചാൽ ഒരു കാലഘട്ടങ്ങളിൽ ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ പട്ടണമായ ഉപ്പുതറയിലാവുള്ളത് കേട്ടോ. ഇപ്പം ഉപ്പുതറ പട്ടണങ്ങളൊക്കെ സൂക്ഷിച്ചു പോയി ചെറിയ ചെറിയ ഗ്രാമക്കാഴ്ചകൾ തേടി ഇറങ്ങിയതാണ്. ഇപ്പം 3-4 ദിവസമായിക്കൊണ്ട് മഴയായതുകൊണ്ട് ഇടുക്കിയിലെ എങ്ങും തന്നെ യാത്ര ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും കറണ്ടും ഒരു വഴി ബ്ലോക്കും തടസ്സമായിട്ട് നമുക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല. അപ്പോൾ അത് തന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ട് തന്നെ 10-20 ദിവസം അടുത്തായി. അപ്പോൾ നമ്മളൊന്നൊരു ചെറിയൊരു കാഴ്ച തേടി ഇറങ്ങിയിട്ടാണ് ഞാനും ദാസപ്പനും കൂടി. വെൽക്കം ബാക്ക് അഗൈൻ, ബിനുവാണേ. ആഹാ, അതാണ് ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഉപ്പുതറ ടൗണിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ കരയിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് കാണുന്ന ഈ വെള്ളത്തിൻ്റെ ഒരു ഒഴുക്ക് കണ്ടോ. അപ്പം നമ്മൾ ഈ വെള്ളമൊന്നും കണ്ട ആരും നമ്മൾ ചൂണ്ടിടാനോ വലവീശാനൊന്നും ഇറങ്ങിയേക്കല്ല. ഒരുപാട് അപകടങ്ങൾ ഉള്ളൊരു സമയമാണ് ഇപ്പോൾ കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ നേരെ മുന്നോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഒരുപാട് വണ്ടികളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. നല്ല അടിപൊളി റോസാപ്പൂവ്, കരിമ്പ്. ഇത് പണ്ടത്തെ ഒരു തിയേറ്ററായിരുന്നു കേട്ടോ. അങ്ങനെ ഉപ്പുതറയിലോട്ട് എത്തിയില്ല, ഉപ്പുതറയുടെ ഇങ്ങക്കരയിൽ എത്തി കേട്ടോ. ഇവിടെ ഒരുപാട് കൂടുതലും വർക്ക്ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഇടിച്ച വണ്ടിയൊക്കെ ഒരുപാട് കിടപ്പുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഉപ്പുതറ പാലത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇവിടുന്ന് കാണുന്നൊരു കാഴ്ച കണ്ടോ. എന്താ അല്ലേ, ഭയങ്കര വെള്ളമാണ്. അത് തന്നെയല്ല, ദേ ഈ വെള്ളം മുങ്ങിയിരിക്കുന്നുണ്ടോ. ഉണങ്ങി വറ്റി വരണ്ട് കിടന്ന പെരിയാറാണ്. ഇപ്പോഴത്തെ പെരിയാറിൻ്റെ ഒരു അവസ്ഥ പറഞ്ഞാൽ ഭയങ്കര രൂക്ഷമാണ് കേട്ടോ. അതുകൊണ്ടോ ഈ കാണുന്ന പുല്ലെല്ലാം ചാഞ്ഞ് നിൽക്കുന്നുണ്ടോ. ഇത് കഴിഞ്ഞ ദിവസം വെള്ളം പൊങ്ങിയതിൻ്റെ ഒരു അടയാളമാണ് കേട്ടോ, ആ പുല്ലെല്ലാം ചാഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ അതെ അങ്ങ് ദൂരെ കണ്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോകണം കേട്ടോ. നല്ല മഴയാണ്, നമുക്ക് ഇവിടുന്ന് മാറിയേക്കാം നമുക്ക്. അപ്പോൾ നമ്മളങ്ങനെ പരപ്പയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ പരപ്പിൽ നിന്ന് കാണുന്നൊരു കാഴ്ചയാണ്. ഉപ്പുതറ റോഡോട്ട് എപ്പോഴും ശരിക്കും നല്ലൊരു ട്രാഫിക് ബ്ലോക്ക് ഉള്ളൊരു വഴിയാണ് കേട്ടോ. എന്നുവെച്ചാൽ വീതി കുറഞ്ഞ വഴി. അത് തന്നെയല്ല, ഇവിടെ കണ്ടോ ഒരു കുരിശുപള്ളിയുണ്ട്. ഇതാണ് നമ്മുടെ കോട്ടയം കട്ടപ്പന ഹൈവേ ആണ് കേട്ടോ. അങ്ങോട്ട് കട്ടപ്പനയ്ക്ക് പോകുന്നതും അങ്ങനെ നേരെ ഉപ്പുതറ, പിന്നെ ഇത് നമ്മുടെ കോട്ടയത്തിന് പോകണം. അപ്പം നമുക്ക് ഈ റൂട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പം നമുക്ക് നേരെ നമുക്ക് മുന്നോട്ട് തന്നെ അങ്ങ് പോയേക്കാം. നമ്മളങ്ങനെ ആലടിയിലെത്തി കേട്ടോ. ഇതാണ് ആലടിയിലെ പോത്തുംകയം. ഇതുണ്ടോ, ഇവിടുത്തെ ചുഴി നോക്കിയേ. ഈ പെരിയാറ്റിലെ ഏറ്റവും അപകടം നിറഞ്ഞൊരു സ്പോട്ടാണ് കേട്ടോ. ഇവിടുത്തെ ആഴം എന്താണെന്ന് പോലും നമുക്ക് അറിയത്തില്ല, അതുപോലത്തെ ഒരു സ്പോട്ടാണിത്. വെള്ളത്തിൻ്റെ പവർ നോക്കിയേ, എന്താ അല്ലേ. ഓ, നാസപ്പനം കൂട്ടി നമ്മളിനി ചപ്പാത്ത് വരെ ഒന്ന് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ചപ്പാത്ത് പാലത്തിങ്ക വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പാലത്തിങ്ക വന്നിട്ടുള്ള ഒരു കാഴ്ചയും കൂടെ നമുക്ക് കാണാം. അതായത് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ വെള്ളം ശരിക്ക് താഴ്ന്നു കിടന്ന ഒരു ആറായിരുന്നു കേട്ടോ. ഇപ്പം വെള്ളമൊക്കെ ശരിക്ക് പൊങ്ങി. ഈ പാലത്തെ വെള്ളം കയറാൻ 2 അടിയും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയും. പാലത്തെ വെള്ളം കയറാൻ കേട്ടോ. അത്രയും വെള്ളം പൊങ്ങി. വെള്ളം ഒഴുകുന്നുണ്ടോ, എന്നാ ശക്തിക്കാണ് ഒഴുകുന്നത് നോക്കി. ഇപ്പം നമ്മൾ ഇത്ര അടുത്ത് കാണുന്ന ഇവിടെയാണ് കേട്ടോ. ഉപ്പുതറ പാലത്ത് നിന്നാൽ ഇത്ര അടുത്ത് വെള്ളം കാണാൻ പറ്റത്തില്ല. അത് ശരിക്കും വെള്ളം പൊങ്ങിയിരുന്നു. കാരണം ആ വീട്ടിലേക്ക് ഒരുപാട് വസ്തുക്കളൊക്കെ ഒഴുകിപ്പോയി എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് തന്നെയല്ല, ആ കാണുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ പകുതിയോളം വെള്ളത്തിൽ മുങ്ങിപ്പോയി. എന്നാലും നമുക്ക് അവിടെ വരെ പോകാം. പക്ഷേ ഇപ്പോഴും ഇവിടെ ആൾക്കാർ ഒന്ന് ചെളി കോരിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്ഷേത്രത്തിനകത്ത് ഒരുപാട് വസ്തുക്കളും പേപ്പേഴ്സുകളും ഫയലുകളും ഒക്കെ ഒലിച്ചു പോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏകദേശം 2 അടിയും കൂടെ വെള്ളം പൊങ്ങിയത് ഈ പാലത്തെ വെള്ളം കയറിയാണ്. അപ്പം നമുക്ക് എന്നാൽ ആ ക്ഷേത്രത്തിന് അങ്ങോട്ട് നമുക്കൊന്ന് പോകാം. ഇതാണ് കേട്ടോ ഇക്കര ചപ്പാത്ത്. ഇവിടെ 2-3 കടകളൊക്കെ ഉണ്ട് കേട്ടോ. കടകളൊക്കെ തുറന്ന് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം മഴയ്ക്ക് ഒരു ശാന്തമുണ്ട് കേട്ടോ. രാത്രിയിൽ എങ്ങനെയാണെന്നറിയില്ല. കഴിഞ്ഞ ദിവസം ഈ മേഖലയെല്ലാം ഉരുള് പൊട്ടിയതിൻ്റെ പേരിലാണ് ശരിക്കും വെള്ളം പൊങ്ങിയത് കേട്ടോ. പിന്നെ നമുക്ക് ആ ക്ഷേത്രത്തിന് അവിടെ വരെ നമുക്കൊന്ന് പോയി നോക്കാം. ഇതാണ് കേട്ടോ ക്ഷേത്രം. ഇത് കോട്ടയം കട്ടപ്പന നമ്മുടെ റോഡ്. എന്നാലും നമുക്ക് ഈ ക്ഷേത്രം വരെ നമുക്കൊന്ന് പോയി നോക്കാം. ഞാൻ ചെളി കൊണ്ട് കൂമ്പാരാന്ന് പറഞ്ഞു കേട്ടോ. ചെളിയില്ല, ഇവിടുത്തെ ആൾക്കാരെല്ലാം കോരി കേട്ടോ ശരിക്കും. നമ്മൾ ഇതിന് മുമ്പ് ഇവിടെ ക്ഷേത്രത്തിന് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇത്രയും ചെളികളില്ലാത്ത സമയത്താണ് വന്നത്. നമ്മൾ മഴയും വെള്ളമൊന്നും ഇല്ലാത്ത സമയത്താണ് വന്നത്, വേനയ്ക്കാണ് വന്നത്. പിന്നെയാണ് നമ്മൾ ഇവിടെ വരെ നമ്മളൊന്ന് ചെന്ന് നോക്കുവാണ്. അവിടെ ഒരു 3 ചേട്ടന്മാർ നിന്നിട്ട് ചൂണ്ട എഴുതുന്നുണ്ട് കേട്ടോ.
വെള്ളം പൊങ്ങിയിട്ട് ഈ പുല്ലൊക്കെ ചാഞ്ഞ് കിടക്കുന്ന നോക്കി. ആ അക്കരെ കണ്ടോ, അക്കരെ ആ മരത്തിൻ്റെ അവിടെയൊക്കെ വെള്ളം കയറിയത് നേർന്ന് ഒഴുകി നല്ല. ഇവിടെയൊക്കെ നല്ല സമാന്തര നിരപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ക്ഷേത്രം കേട്ടോ. ക്ഷേത്രത്തിൻ്റെ അവിടെ എല്ലാം ചെളി കയറി മൂടിയാണ്. ഒരുപാട് എക്കലും ചെളിയില്ല, ഒത്തിരി അടിഞ്ഞു കേട്ടോ. ഇതൊരു വളരെ കഷ്ടം തന്നെയാണ് കേട്ടോ. എനിക്ക് ചെളി കയറി മൂട്ടിക്കിടക്കുവാണ്. ഇവിടെയൊക്കെ ഒരുപാട് എല്ലാം ചെളിയാണ് കേട്ടോ. നടന്നു കഴിഞ്ഞാൽ കയറും. ഇതൊക്കെ ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം ചാക്ക് കെട്ടും അഴുക്കുമൊക്കെ അടുങ്ങി കിടക്കുന്നത്. അതുകൊണ്ടൊക്കെ അലമാരിയൊക്കെയാണ് ഒഴുകി വന്നത്. എന്താ ചെളി കയറി മൂടി കിടക്കുവാണ് കേട്ടോ. മുട്ടപ്പം ചെളിയാണ്. ആ ശ്രീകോവിലിൻ്റെ അവിടെയൊക്കെ നോക്കി, അമ്പലത്തിൻ്റെ ആ നടുമുറ്റമൊക്കെ കാണിക്കാം കേട്ടോ. നടക്കാൻ പറ്റത്തില്ല, നടന്ന് ചാന്നു പോവും. എന്താ ചെളി കയറി മൂടി ഞാണ്ടൊക്കെ ഒത്തിരി നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം കയറി നോക്കി, അമ്പലത്തിനകമൊക്കെ നോക്കി ചെളി. അപ്പോൾ അങ്ങനെ ആ വീടിൻ്റെ ഹോം പുറമൊക്കെ തേച്ച് കഴുകിക്കൊണ്ടിരിക്കണം കേട്ടോ. കഴിഞ്ഞ ദിവസം വെള്ളം കയറിയിട്ട് മൊത്തം ചെളിയായി. അവിടുത്തെ ഫർണിച്ചറും എല്ലാം കഴുകുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ താമസിക്കുന്നവരുടെ അവസ്ഥയൊക്കെ എന്താ അല്ലേ. ഇതൊക്കെ വീടാണ് കേട്ടോ. ഇപ്പം നമ്മളങ്ങനെ ചപ്പാത്തിൻ്റെ വെള്ളത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിത് കുറച്ച് പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകൾ കാണാൻ വന്നിരിക്കുന്നതാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഹെൽബറിയ കിളിവാടിയിലോട്ടൊക്കെ പോകുന്ന ഒരു വഴിയാണ് കേട്ടോ. അപ്പോൾ താഴെയാണ് ഒരു ചപ്പാത്ത് പാലമുണ്ട്. ആ പാലമൊക്കെ നമ്മൾ നേരത്തെ ഇടയ്ക്ക് ഷൂട്ട് ചെയ്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം ഉണ്ടെങ്കിൽ അവിടെ വരെ പോകാം. ഇതൊരു 4 കൂടുന്നൊരു ജംഗ്ഷനാണ്. അതാണ് നമ്മുടെ ടൈഫോയിഡ് എസ്റ്റേറ്റിലോട്ടുള്ള വഴിയാണ് അത്. പിന്നെ നമ്മളിത് ആ വഴിയാണ് നമ്മൾ പോകാനിരിക്കുന്നത്. ഇത് നമ്മുടെ തേങ്ങക്കല്ലല്ല ചെങ്കരയ്ക്കൊക്കെ പോണ വഴിയാണ് കേട്ടോ ഇത് കേട്ടോ. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അബാൻ എസ്റ്റേറ്റ്. ഇത് അബാൻ എസ്റ്റേറ്റാണ് കേട്ടോ. ഇതാണ് നമ്മുടെ അബാൻ എസ്റ്റേറ്റിൻ്റെ കാഴ്ച. നല്ല കൊളുന്തൊക്കെ ഞുള്ളാറായ നല്ല പച്ചപ്പ് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. നല്ല പച്ചയും നല്ല ഇളം മഞ്ഞയും ഇടകലർന്ന് നിൽക്കുന്ന തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചയാണ് കേട്ടോ. നമുക്കിത് നേരെ കാണുന്ന വഴിയാണ് പോകുന്നത്. അങ്ങ് ദൂരെ കണ്ടോ ഒരു വലയൊക്കെ ഇട്ട് മൂടി നിൽക്കുന്നത്. അതാണ് നമ്മുടെ അതിൻ്റെ പേരിനെ പറയാം. നമുക്ക് ആ പഴത്തിനൊക്കെ ഭയങ്കര പേടിയാണ്. റംബൂട്ടാൻ അത് നമ്മുടെ കൊറോണപ്പഴം മൂടി നിർത്തിക്കുന്നതാണ് കേട്ടോ. അത് വവ്വാലിനെയൊക്കെ പേടിച്ച് മൂടിയിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ അങ്ങനെ ഒരു ശക്കലം അങ്ങനെ പോകുന്നത്. അവിടെ ഒരു ചപ്പാത്ത് പാലത്തിനോളം വരികയല്ല പോലും നമ്മുടെ വള്ളക്കടവ് പാലമുണ്ട്. ആ പാലത്തിലൊക്കെ വെള്ളം കയറുന്നതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അതിലൊരു വഴിയുണ്ട്, അത് എസ്റ്റേറ്റോട്ടുള്ള വഴിയാണ്. അത് ഇവിടെയൊക്കെ ഒത്തിരി ലേൺസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്നാലും ഈ വഴി നമുക്കൊന്ന് പോയിട്ട് വരാം. നല്ല ചെങ്കുത്തായ ഒരു ഇറക്കമാണ് കേട്ടോ. പേരക്കൊക്കെ നിൽക്കുന്നു ഇഷ്ടം പോലെ. ഒരു ഓട്ടോറിക്ഷ കയറി വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ ഓട്ടോറിക്ഷ കയറി വരുന്നത് നമുക്കൊന്ന് നോക്കാം. സിനാളിലും ഓട്ടോയുടെ വരവ് കാണുന്നതിനൊക്കെ നല്ലൊരു കയറ്റമാണ് കേട്ടോ. അങ്ങനെ ആ കാണുന്ന ഭാഗമെല്ലാം വരെ കിളിവാടി ബ്ലാമല തേങ്ങാക്കല്ല് ഭാഗമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ക്ഷേത്രമൊക്കെ കാണാം. പണ്ട് നമ്മളവിടെ പോയി നമ്മളൊന്ന് ഷൂട്ട് ചെയ്താണ് ക്ഷേത്രമൊക്കെ കേട്ടോ. നമ്മളങ്ങനെ നാട്ട് പോകുന്നില്ല, നമുക്ക് കയറ്റം കയറി വരണ്ടേ. അതുകൊണ്ട് അങ്ങോട്ടൊക്കെ നല്ല സൂപ്പർ കാഴ്ചയാണ് കേട്ടോ. പെനൽമേളിൽ അവിടെ വരെ നമുക്കൊന്ന് പോയിട്ട് വരാം. അവിടെ വരെ പോയില്ലെങ്കിൽ നമുക്കൊരു സങ്കടമുണ്ട് കേട്ടോ. അത് അവിടെ നിന്നിട്ട് ഞാൻ പറയാം. ഇതാണ് കേട്ടോ നമ്മുടെ ചപ്പാത്ത് വള്ളക്കടവ് പാലം കേട്ടോ. ഇതിൽ വെള്ളം കയറിയെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഇതിലൊക്കെ വെള്ളം കയറിയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, കാരണം എന്തുകൊണ്ടോ ഇത്രയും ഭാഗമുള്ളൂ കൈവരി. ഈ ഭാഗത്ത് കൈവരി ഇല്ല കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2018 പ്രളയകാലത്ത് ഇവിടുത്തെ കൈവരിയെല്ലാം നഷ്ടപ്പെട്ടു പോയതാണ് കേട്ടോ. ഇതിലെ ഒട്ടനവധി കുട്ടികളും യാത്രക്കാരും അതുപോലെ തൊഴിലാളികളൊക്കെ നടന്നു പോകുന്നൊരു പ്രദേശമാണ് കേട്ടോ. അവിടെ ഒരു ലേൺസും ഇതൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളതിൽ പണ്ട് പോയി വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളതാണ്. പക്ഷെ അന്ന് നമ്മൾ ഇത്ര വിശദമായിട്ട് നമ്മൾ പാലത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ എടുത്തില്ല കേട്ടോ. അതുകൊണ്ട് വെള്ളം എന്തോരം പൊങ്ങി നോക്കിയത് അവിടെ വരെ വെള്ളം പൊങ്ങിയിട്ട് ഈ പാലത്തിലെല്ലാം വെള്ളം കയറിയിരുന്നു കേട്ടോ. അപ്പോൾ നോക്കി ഈ പാലത്തെ വെള്ളം കയറിയാൽ ഇവിടുത്തെ
നാട്ടുകാരുടെ അവസ്ഥ എന്താണെന്ന് നോക്കിയാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ കൈവരിയൊക്കെ നഷ്ടപ്പെട്ടു പോയതാണ് കേട്ടോ. അപ്പോൾ ഇതിലെ ഒരുപാട് അനേകം സ്കൂൾ കുട്ടികൾ ഇതിലേക്ക് പോകുന്നതാണ് കേട്ടോ, സ്കൂളിലോട്ട് കേട്ടോ. ഉണ്ടോ വെള്ളം കയറി മൊത്തം നശിപ്പിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. മുടക്ക വെള്ളം കയറി കേട്ടോ. ഉണ്ടോ എന്താ നമ്മൾ പറയുക, ആ കൃഷിയിടങ്ങളെല്ലാം നശിപ്പിച്ചു. അവിടെ എല്ലാം നശിച്ചത്. അവിടെ നിന്നൊക്കെ ഒരുപാട് വീട്ടുപുറങ്ങളൊക്കെ ഒഴുകിപ്പോയെന്നാണ് പറഞ്ഞത് കേട്ടോ. എപ്പോൾ വേണേലും വെള്ളം പൊങ്ങാം കേട്ടോ. ഇങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ ഉരുള് പൊട്ടിയ ഒരു മേഖലയാണ് പറയുക. അവിടെയൊക്കെ ഇഷ്ടംപോലെ ഉരുള് പൊട്ടിയെന്നാണ് പറയുക. നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. എന്നാലും ഈ ഒരു കാര്യം കണ്ടിട്ട് നമ്മൾ മടങ്ങുകയാണ് കേട്ടോ. എന്നാലും ഇത് ഇച്ചിരി സങ്കടകരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. പാലത്തിൻ്റെ കൈവിരി നഷ്ടപ്പെട്ടു പോയിട്ട് ഇത് ഒന്ന് പണിയാതിരിക്കുന്നത്. കാരണം ഇതിലെ വെള്ളം മുങ്ങിക്കഴിഞ്ഞാൽ ഇതിലുള്ള യാത്ര ദുർഘടമാണ് കേട്ടോ. നോക്കി കണ്ടോ, ഇതിലേക്കാണ് കേട്ടോ വണ്ടി കയറി വരുമ്പം സൈഡ് കൊടുക്കും കേട്ടോ. ഒരു ശക്കലം കൂടെയൊക്കെ വീതി കൂട്ടി വഴി പണിയായിരുന്നു കേട്ടോ. നോക്കി അപ്പം മേളിൽ അവിടെ ഉരുള് പൊട്ടിയാണ് പറഞ്ഞത് കേട്ടോ. ആളപായം കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അടിപൊളി. എന്നാ രസമാണ് നോക്കി തേയില നിൽക്കുന്ന നോക്കി. അപ്പോൾ നമ്മളങ്ങനെ വേണ്ടേ നമ്മൾ ചപ്പാത്തോട്ട് വീണ്ടും പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ കറങ്ങിത്തിരിഞ്ഞ് ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. ഇതാണ് നമ്മുടെ ചപ്പാത്തോട്ട് പോകുന്ന വഴിയാണ്. നമ്മൾ വേറൊരു വഴിക്കാണ് വന്നത് കേട്ടോ. എന്നാലും നല്ല സൂപ്പർ കാഴ്ചയായിരുന്നു നമ്മുടെ തേയിലത്തോട്ടത്തിലേക്ക്. പിന്നെ നമ്മളൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ മഴക്കാലമായി. ഇനി ഇതിലേക്ക് പോകുന്ന യാത്രകളൊക്കെ സൂക്ഷിച്ചും പേടിച്ചും വേണം പോകാൻ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കൂടുതലും ഓരോ സിറ്റിയിൽ ചെല്ലുമ്പം ഓരോരുത്തർ ആയിട്ടുള്ള ആൾക്കാരോടും നമ്മൾ ചോദിച്ചറിഞ്ഞ് വേണം നമുക്ക് പോകാൻ കേട്ടോ. അത്രയ്ക്ക് ഡേഞ്ചറാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ ഹൈ റേഞ്ചിലൂടെയുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞാൽ വളരെ അപകടം നിറഞ്ഞൊരു യാത്രയാണ് കേട്ടോ. ഒരുപാട് മണ്ണിടിച്ചിലും ഉരുളുപൊട്ടലും അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുള്ളൊരു സമയമാണ് കേട്ടോ ഇപ്പം. കാരണം കറണ്ട് കമ്പിയൊക്കെ പൊട്ടി ലൈനിൽ വഴി കിടക്കാം. അതൊക്കെയാണ് ഏറ്റവും വലിയ അപകടം. പിന്നെ ആരും ഇനിയിപ്പം ഈ മൺസൂൺ മാസം കഴിയാതെ കൊണ്ട് ശരിക്കും മഴ കുറയാതെ ആരും ഇടുക്കിയിലോട്ടൊന്നും കയറി വന്നേക്കുന്നുണ്ട് കേട്ടോ. എന്നാലും ഇവിടുത്തെ കാലാവസ്ഥ എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ്. പക്ഷേ മോശമാണ് ഇപ്പോഴത്തെ യാത്ര നമ്മുടെ ഹൈ റേഞ്ചിലൂടെയുള്ള. അല്ലേ സൂപ്പർ. ഇതുണ്ട് ഒരു ലെൻസ് ഉണ്ട്, എന്തോ ഒരു ടൈഫോയിഡ് എസ്റ്റേറ്റിൻ്റെ ആയിട്ടുള്ള ഒരു എസ്റ്റേറ്റാണ് കേട്ടോ. അടിപൊളി. അതിലെ അങ്ങനെ പോകാം. ഇതിലെ അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകാം കേട്ടോ. എന്നാൽ രസം നോക്കിയാൽ റോഡിൻ്റെ രണ്ട് സൈഡിൽ അതൊരു എസ്റ്റേറ്റാണ് കേട്ടോ. അങ്ങനെ അങ്ങോട്ട് കയറുന്നില്ല. ചെറുതും വലുതുമൊക്കെ ആയിട്ട് ഒരുപാട് വെള്ളച്ചാട്ടം ഇതിലെ ഒഴുകുന്നുണ്ട് കേട്ടോ. ഈ വെള്ളമെല്ലാം കൂടെ ഒഴുകിയാണ് നമ്മുടെ പെരിയാറ്റോട്ട് ഇരുന്നത്. അവിടുന്ന് ഒഴുകിയാണ് നമ്മുടെ ഇടുക്കി ജലാശയത്തോട്ട് ചെല്ലുന്നത് കേട്ടോ. തേയിലത്തോട്ടം ഇവിടെ അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ. ഇവിടെ മാരക വ്യൂ ആണ്. നല്ല വെയിലൊക്കെ ഇപ്പം മഴയാണ്ടെല്ലാം മൂടി കിടക്കുകയാണ് കേട്ടോ. അടിപൊളി. റോട്ടിക്കിടയൊക്കെ ഒരുപാട് വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ. നോക്കിയേ റോട്ടിൽ ഒഴുകുന്ന വെള്ളം സെറ്റാണ്. ദാസപ്പൻ എവിടെ നിർത്തി ഒന്ന് കുളിപ്പിച്ചിട്ടൊക്കെ പോയാൽ നല്ലതായിരിക്കും കേട്ടോ. അതേ റോഡിൻ്റെ രണ്ട് സൈഡിലും നല്ല വെള്ളം കാനയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ കാന ഒഴുകുന്നുണ്ടോ. അവിടെ കുറേ ചേട്ടന്മാർ ഊത്ത പിടിക്കുന്നുണ്ട് കേട്ടോ. ഊത്ത അതേ ഒരു ഓട്ടോറിക്ഷ എന്ന് വരാൻ നോക്കി. എന്നാ രസം നോക്കി. നമുക്കങ്ങനെ കുറച്ച് ദൂരമേ പോകുന്നുള്ളൂ, കൂടുതലൊന്നും നമുക്ക് പോകുന്നില്ല. വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് നമ്മൾ അധികം ദൂരം പോകത്തോട്ടെ. പക്ഷെ എന്നാലും നല്ലൊരു മൺസൂൺ കാഴ്ചകൾ അടിപൊളിയാണ്. നല്ല പച്ചപ്പ്. പക്ഷേ മഴ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിൽ വരുന്നത് കേട്ടോ. മഴയുണ്ട് ഇതിലൊന്നും വരാൻ പറ്റത്തില്ല. ഇതിൽ രണ്ടായിട്ട് വഴി തിരിഞ്ഞുണ്ട് കേട്ടോ. ആ വഴി കൂടെ നമുക്കൊന്ന് നോക്കാം. ഒരു വഴി അങ്ങോട്ടാണ്, മറ്റേ വഴി അങ്ങോട്ടാണ്. ഇതിൻ്റെ ഒരു വാട്ടർ റിവർ ക്രോസിങ്. മഴക്കാലം ആകുമ്പോൾ ഉള്ളൂ കേട്ടോ. വേനൽക്കാലം ആകുമ്പോൾ ഇതിലെ വെള്ളമൊന്നും ഇല്ല, അത് വേറെ കാര്യം. ഞങ്ങൾ ഈ മഴക്കാലത്ത് നല്ലൊരു കാഴ്ച കേട്ടോ. നല്ല പച്ചപ്പാണ് കേട്ടോ. തോംസൺ എസ്റ്റേറ്റ്. ഇവിടെ ഒരുപാട് എസ്റ്റേറ്റുകളുണ്ട് കേട്ടോ. ഇതിലൊരു വഴി തിരിയുന്നുണ്ട്. അല്ല, അതൊരു എസ്റ്റേറ്റിനകത്തോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര വേനൽക്കാലം വായിക്കുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാരൊക്കെ വന്ന് കുളിക്കുന്ന ഒരു കുളമുണ്ട്. ഒരിക്കലും പറ്റത്തില്ല. എസ്റ്റേറ്റിൻ്റെ ആയിട്ടുള്ളൊരു കുളമാണ്. എന്നാണ് സെറ്റപ്പാണ് കേട്ടോ. വഴിയൊക്കെ നല്ല ടാറിങ്ങൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ അതെ പൂക്കുളം എസ്റ്റേറ്റിലോട്ട് പോവുകയാണ് കേട്ടോ. പൂക്കുളം എസ്റ്റേറ്റ്. എസ്റ്റേറ്റിൻ്റെ പേരാണ് പൂക്കുളം. ഇപ്പോൾ അവിടെ പൂക്കുളം പോയിട്ട്
പൂ ഉണ്ടോ എന്നൊരു സംശയമാണ്. വഴി വീതി കുറഞ്ഞ വഴിയാണ്, ചെറിയ കോൺക്രീറ്റ് റോഡ്. പക്ഷേ റോഡിൻ്റെ രണ്ട് സൈഡിൽ കാപ്പിത്തോട്ടമാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു കാപ്പിത്തോട്ടം എന്ന് പറഞ്ഞാൽ അങ്ങ് എവിടെ തന്നെ കാപ്പിപ്പതാലോ അങ്ങനെ വേണ്ടൊരു സ്ഥലം വരെ ഉണ്ട് കേട്ടോ. പച്ചക്കാട്, ഇതിൻ്റെ അപ്പുറത്തെ സ്ഥലത്തിൻ്റെ പേരാണ് പച്ചക്കാട്. അതായത് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഏത് വേനൽക്കാലത്ത് നോക്കിക്കഴിഞ്ഞാലും ആ അത്രയും പ്രദേശം നല്ല പച്ചച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഉള്ളൊരു പച്ചക്കാട് എന്ന് പറയുന്നത്. അടിപൊളി ഒരു പള്ളി ഇവിടുന്ന് കയറിയുമ്പോൾ തന്നെ കേട്ടോ, CSC പള്ളിയാണ് കേട്ടോ. അതെ, CSC ചർച്ച്. ഇവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയല്ലേ നല്ല ഈ പള്ളി സെറ്റ്. ഇത് പള്ളിയുടെ ആയിട്ടുള്ള ഒരു ക്വാർട്ടേഴ്സാണ് കേട്ടോ. അല്ല, വീതി കുറഞ്ഞ വഴി. ഈ തേയിലയുടെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കമുക്, റംബൂട്ടാൻ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വളവ്. പക്ഷേ അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. മൊത്തം തേയിലക്കകത്ത് വഴിയാകുമ്പോൾ മൊത്തം പച്ചപ്പ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. കുന്നുകളോ മലനിരകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ മലനിരകളെല്ലാം മൊട്ടക്കുന്നുകളെല്ലാം തേയില വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. പണ്ട് നമ്മളിവിടെ ഒരു ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. ഇവിടെ ഒരു ബംഗ്ലാവ്, അല്ല ബെൻക്ലാവ്. ആഹാ, ഒറ്റയ്ക്ക് ഇതിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ. കാരണം മറ്റൊരാളുകൾ കൂട്ടിയിട്ട് വന്നാൽ ബോറടിക്കും. ഇങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ യാത്രകളും ചിലർക്കൊക്കെ ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും വലിയ ഇഷ്ടമുള്ള കാഴ്ചകളല്ല കേട്ടോ. അവർക്കൊക്കെ നല്ല അടിച്ചുപൊളി പാട്ട്, അടിച്ചുപൊളി മ്യൂസിക്, അടിച്ചുപൊളിയുള്ള സ്ഥലങ്ങളൊക്കെ അവർക്ക് ഇഷ്ടം കേട്ടോ. നമ്മൾ ഈ പൂക്കുളം എസ്റ്റേറ്റ് വരെ നമ്മൾ പോയിട്ട് നമ്മൾ തിരിച്ചു പോരും കേട്ടോ. ഇതേ റോട്ടിൽ കൂടെ വീഴുന്ന വെള്ളം നോക്കിക്കേ, അടിപൊളി. ഇവിടെ കുറച്ചിടയ്ക്ക് മാത്രം തേയിലകളില്ല കേട്ടോ. ഇവിടെയൊക്കെ ഒരു കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടല്ലോ, ഈ ഓണം, വിഷു, ഈസ്റ്റർ, ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ആഘോഷങ്ങളൊക്കെ ഉള്ള ഒരു എസ്റ്റേറ്റാണ് കേട്ടോ. നോക്കിയേ, എസ്റ്റേറ്റൊക്കെ ഇപ്പം എല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് നാശവശമായി കിടക്കുവാണ്. കാരണം മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ, അടിപൊളി. എന്നാലും വിശക്കാൻ തുടങ്ങി കേട്ടോ. നമുക്കൊരു ചായ കുടി വേണം പോകാൻ കേട്ടോ. ഇതേ ചെറിയൊരു അരുവി. മഴക്കാലമായി കഴിഞ്ഞപ്പോൾ ഇത് മൊത്തം വെള്ളമുള്ളൂ. നോക്കിയേ, ഉണ്ടോ? എന്താ അല്ലേ. താഴേക്ക് ഒരുപാട് ലൈൻസ് കാണാം കേട്ടോ. ഒത്തിരി ലൈൻസുകൾ എല്ലാം താമസമുള്ളതൊക്കെ ആണ് കേട്ടോ. പുതിയ തേയില വെച്ചിരിക്കുന്നു. ഇവിടുത്തെ റേഷൻ കടയായിരുന്നു കേട്ടോ. റേഷൻ കടയൊക്കെ ഇവിടുത്തെ മാറ്റി. പിന്നെ ഇതൊക്കെ ഒരുപാട് ലൈൻസുകളുണ്ട് കേട്ടോ. ലൈൻസുകളെല്ലാം കല്ലുകൊണ്ട് കെട്ടിയ ലൈൻസാണ് കേട്ടോ. അവിടെയൊന്നും ആൾതാമസമൊന്നും ഇല്ല. ഒരു ട്രാക്ടർ കിടക്കുന്നു, പഴയ ഒരു ട്രാക്ടറാണ് കേട്ടോ. ഇതിനകത്ത് വഴിയൊക്കെ ഓടുന്ന ട്രാക്ടറല്ല, വേറെ വണ്ടി. ഇതാണ് നമ്മുടെ തേയിലപ്പുരയാണ് കേട്ടോ, തേയിലപ്പുര. അപ്പോൾ നമ്മളങ്ങനെ പൂക്കുളത്തെത്തി കേട്ടോ. പൂക്കുളം പണ്ട് നമ്മളിവിടെ ഒരു വീഡിയോ ചെയ്തതാണ്. ഇത് നമ്മുടെ വളപ്പുര കേട്ടോ. ഇപ്പം എവിടെ നോക്കിയാലും പച്ചപ്പുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. തേയിലയുടെയൊക്കെ മേളിലാണ് നിൽക്കുന്നത്, പള്ള കയറി നിൽക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിയുമ്പോൾ ഓണം പ്രമാണിച്ച് നല്ലൊരു പണിയൊക്കെ ഉണ്ട് കേട്ടോ. പണി എന്ന് പറയാൻ മറ്റേ കവാത്ത്, കാടുവെട്ട്. ഇതാണ് പഴയ ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവ്. പണ്ട് നമ്മളിവിടുന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അതിന് കയറാൻ പെർമിഷനൊന്നുമില്ല. അതിലങ്ങനെ അങ്ങോട്ട് പോകുന്നൊരു വഴിയാണ്. ഇതേ ഇവിടെ നാസപ്പം നല്ല സെറ്റായിട്ടിരിക്കുന്നു. പിന്നാലും ആകാശമൊക്കെ നല്ല മേഘം കയറി മൂടി നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ മലയോര ഹൈവേ ആണ് കേട്ടോ. അത് നോക്കിയേ, ഉരുള് പൊട്ടിയത്. വലിയ നാശനഷ്ടങ്ങളൊന്നുമില്ല കേട്ടോ. എല്ലാം കൂടെ ഒരു 300-400 മൂട് ഇത് പോയിട്ടുണ്ട് കേട്ടോ. തേയില കേട്ടോ. തേയിലയൊക്കെ ചുവടെ പറയണമെന്നുണ്ടെങ്കിൽ അതന്നെ ഒരു ഉരുളുപൊട്ടലാന്ന് നോക്കി. ചപ്പാത്തിനും ഏലപ്പാറയ്ക്കും ഇടയ്ക്കുള്ളൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ കാണുന്നത്. എൻ്റെ പൊന്നോ, പിന്നെ പവറാണ് നോക്കി വെള്ളത്തിന്. ഉണ്ടോ, ഒഴിവത് പവറും ഉണ്ടോ വെള്ളത്തിൻ്റെ. ഇഷ്ടം പോലെ കേട്ടോ. അതാണ് നമ്മുടെ വാട്ടർഫോൾസ്.
ഉപ്പാറ പാലത്തിൻ്റെയും ചപ്പാത്ത് പാലത്തിൻ്റെയും പിന്നെ പെരിയാറിൻ്റെയൊക്കെ ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ ഒരു സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിച്ചു. പിന്നെ നമ്മളൊരു വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ നമ്മൾ മഴക്കാലമാണ്, യാത്രകളൊക്കെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. അപകടങ്ങളൊക്കെ ഒരുപാട് നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇടുക്കി ജില്ല. അപ്പം ഇടുക്കി ജില്ലയിലോട്ടൊക്കെ വരുന്നൊരു രാത്രികാലങ്ങളിലുള്ള യാത്രകളൊക്കെ ഒഴിവാക്കുക. പിന്നെ പേപ്പറും പത്രവും ടി വി മൊബൈലൊക്കെ കണ്ടിട്ടൊക്കെ വരാവുള്ളൂ. കാരണം എന്ന് വെച്ചാൽ വഴികളൊക്കെ ബ്ലോക്കായി കിടക്കുന്ന ഒരു സമയമാണിപ്പോൾ. പിന്നെ മഴ കുറഞ്ഞിട്ട് നിങ്ങൾ കൂടുതൽ യാത്ര ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ വരയ്ക്കും. ബൈ.